നിങ്ങളൊരു മതവിശ്വാസിയാണോ മത തീവ്രവാദിയാണോ? നമ്മുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാരുടെ അടിവേര് തപ്പിപ്പോയാൽ എല്ലാം ഒരു കുടുംബത്തിൽ നിന്നാണെന്ന് ബോധ്യമാവാൻ അധികം ബുദ്ധിയൊന്നും വേണ്ട. ഏതെങ്കിലും മതത്തിൽ ജനിക്കുന്ന കുഞ്ഞ് ആ മതത്തിൻ്റെ പ്രചാരകരായി മാറുന്നു. എല്ലാ മതങ്ങളുടെയും അന്തസത്ത മറ്റു മതങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മറ്റു മതങ്ങളെ അവഹേളിക്കാനോ ആക്രമിക്കാനോ ഏതെങ്കിലും മതം പറയുന്നുണ്ടെങ്കിൽ ആ പ്രത്യയശാസ്ത്രത്തെ ഒരു മതമായി കണക്കാക്കാൻ സാധിക്കുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ചിലർ അമ്പലങ്ങളിലും പള്ളികളിലും കല്ലെറിയുന്നത്, അവ നശിപ്പിക്കുന്നത്? ഉത്തരം സിമ്പിളാണ്. മതവിശ്വാസികളല്ല മത തീവ്രവാദികൾ. എൻ്റെ മതം മാത്രം മതി എന്ന് വിശ്വസിക്കുന്നവരാണ് മത തീവ്രവാദികൾ. എല്ലാ മതങ്ങൾക്കും ഒരേ അവകാശവും ഇവിടെ ജീവിക്കാൻ, അവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മതവിശ്വാസികൾ. ഇന്ത്യയിൽ മത തീവ്രവാദികളെക്കാൾ കൂടുതൽ മതവിശ്വാസികളാണെങ്കിലും നിർഭാഗ്യമെന്ന് പറയട്ടെ, മത തീവ്രവാദികളാണ് ഇപ്പോൾ ഇന്ത്യയെ ഭരിക്കുന്നത്. മതങ്ങളെ തമ്മിൽ തല്ലിക്കാൻ, മനുഷ്യരെ ശത്രുതയിലാക്കാൻ ഈ മത തീവ്രവാദികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ മുസ്ലിം സുഹൃത്ത് നാളെ ഒരു ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി പല പല ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ടതും തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു രണ്ടാം കിട പൗരന്മാരായി ജീവിക്കേണ്ടി വരുന്നതും നിങ്ങൾ കാണേണ്ടി വരും. നിങ്ങളുടെ സുഹൃത്തിൻ്റെ ആരാധനാലയങ്ങൾ ഇടയ്ക്കിടെ പൊളിക്കുന്നത് ഒരു പതിവാകുകയും അതിനടിയിൽ നിന്ന് ശില്പം കണ്ടെത്തിയെന്ന കള്ളപ്രചാരണം നിങ്ങൾ വിശ്വസിക്കേണ്ടി വരികയും ചെയ്യും. ആട്ടിറച്ചിയോ പോത്തിറച്ചിയോ കഴിക്കുന്നവനെ നടുറോട്ടിൽ വെട്ടിച്ചീന്തുന്നതും നിങ്ങൾ കാണേണ്ടി വരും. നിങ്ങളുടെ സുഹൃത്തിൻ്റെ തലമറയ്ക്കാനുള്ള അവകാശം നിഷേധിക്കുന്നതും ഇനിയൊരു സംഭവം ആയിരിക്കും. ഇതിനിടയിൽ ഈ മത തീവ്രവാദികൾ അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. പാവപ്പെട്ടവർ വീണ്ടും വീണ്ടും പാവപ്പെട്ടവരാവുകയും സമ്പന്നർ അതിസമ്പന്നതയിലേക്ക് പോവുകയും സ്വകാര്യവൽക്കരണമാണ് നല്ലതെന്ന് പറഞ്ഞ് പൊതുസ്ഥാപനങ്ങൾ ചില മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കുന്നതും കാണേണ്ടി വരും. നമ്മൾ ആരും വിചാരിക്കേണ്ട, ഇവിടെ ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും ഇല്ലാതായാൽ, ഒരു മതം മാത്രമായാൽ ഇവിടെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തിരികെ വരുമെന്ന്. അന്ന് ഈ മത തീവ്രവാദികൾ നിങ്ങളെ ഭിന്നിപ്പിക്കാൻ പോകുന്നത് ജാതിയുടെ പേരിലായിരിക്കും. അവർക്ക് നിങ്ങൾ ഭിന്നിച്ചിരിക്കുക എന്ന് മാത്രം മതി. മതേതരത്വത്തിൻ്റെ മാധുര്യം കാത്തു സൂക്ഷിക്കാൻ, ജനാധിപത്യം മുറുകെ പിടിക്കാൻ, സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാൻ, അനസും അനന്തവും ആൽഭിനും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരുമിച്ച് കഴിയുന്നത്, പരസ്പരം ബഹുമാനിക്കുന്നത് കാണുന്ന നല്ല ഒരു നാളേക്കായി ഇന്ത്യക്ക് വോട്ട് ചെയ്യുക. മത തീവ്രവാദികളെ അടിച്ചൊടിക്കുക.